നമ്മൾ ആഫ്റ്റർ എഫക്ട്സിന്റെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് സീരിയസ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ കമ്പോസിനെ കുറിച്ചിട്ടാണ്. പ്രീ കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ലെയേഴ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് വേറൊരു കോമ്പോസിഷനിലേക്ക് ആഡ് ചെയ്യുക. അതാണ് ഈ പ്രീ കമ്പോസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും 3 ലെയർ ഉണ്ട്. ഒരു ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഒരു ഫ്രെയിം ഉണ്ട്, പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ഇമേജ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു 3 ലെയറും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രീ കമ്പോസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇവിടെ നമുക്കതിനെ റീനെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഫ്രെയിം എന്ന് പേര് കൊടുക്കാം. ഇവിടെ 1-2 ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് കുറച്ച് കണ്ട് പരിചയപ്പെടാം. ആദ്യം ഈ പ്രീ കമ്പോസ് എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഞാനിപ്പോൾ ഇവിടെ റീനെയിം ചെയ്തു, അതിനുശേഷം ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാൻ പറ്റും, ഇത് ഒറ്റ ലെയറായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ആ 3 ലെയറുകൾ ഒരു ഗ്രൂപ്പ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ലെയേഴ്സിൻ്റെ പോലെ ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. നമുക്ക് ഈ ലെയറിനെ ഇതൊക്കെ വെച്ചിട്ട് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ സ്കെയിൽ ചെയ്യാം. ഇപ്പോൾ ഈ 3 ലെയർ എല്ലാം കൂടെ ഒരുമിച്ചാണ് സ്കെയിൽ ആവുന്നത്. അതായത് ഇത് ഒറ്റ ലെയറായി മാറിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് പഴയ പോലെ ആക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ ലെയർ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അതൊരു പുതിയ കോമ്പോസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കോമ്പോസിഷൻ 1-ലായിരുന്നു ആ 3 ലെയർ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്രീ കമ്പോസ് ചെയ്തപ്പോൾ ഇതുപോലെ ലെയർ വന്നു. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പോസിഷൻ തന്നെയാണ്. ഒരു കോമ്പോസിഷൻ്റെ അകത്ത് വേറൊരു കോമ്പോസിഷൻ വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. ശരിക്കും അത് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരു ലെയറിനെ മാത്രമായിട്ടും പ്രീ കമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതും ഒരു കോമ്പോസിഷൻ തന്നെയാണെന്നുള്ളത്. നമ്മളിത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പോസിഷൻ ഇപ്പുറത്ത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്ലോസ് ചെയ്ത് കളയാം. നമ്മൾ കൊടുത്ത ഈ പേരുണ്ടല്ലോ ഫോട്ടോ ഫ്രെയിം എന്നുള്ളത്, അത് ഇവിടെ നോക്കി കാണാൻ പറ്റും. ആ ഒരു പേരിൽ ഇവിടെ ഒരു കോമ്പോസിഷൻ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഇതിന്ന് ടെക്സ്റ്റ് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഹൈഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ കോമ്പോസിഷനിൽ നിന്നും പോയിട്ടുണ്ട്. നമ്മളത് വീണ്ടും ഇവിടെ വന്നിട്ട് ഓൺ ആക്കുമ്പോൾ ആ ഒരു മെയിൻ കോമ്പിൽ അത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു കോമ്പോസിഷൻ്റെ അകത്ത് എത്ര പ്രീ കോമ്പോകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ചെയ്യുക. ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ കണ്ടു, നമ്മുടെ കോമ്പോസിഷനിൽ 1-ലധികം ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അതിനെ പ്രീ കമ്പോസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും നമുക്ക് നൾ ഒബ്ജക്റ്റിനെ വെച്ചത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന്. നൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ പ്രീ കമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലെയറിനെല്ലാം കൂടെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലർ ആൻഡ് ഷാർപ്പനിൽ വന്നിട്ട് ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ 3 ലെയറിനെ അത് ഒരുമിച്ച് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വെച്ച് ചെയ്തുകൂടെയെന്ന്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വെച്ച് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിന് താഴെ കിടക്കുന്ന എല്ലാ ലെയറിനെയും അത് ബാധിക്കും. നമുക്ക് ഈ ഒരു 3 ലെയറിനെ മാത്രം ബാധിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ലെയറിനെ പ്രീ കമ്പോസ് ചെയ്യുക, അതിന് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ഇതുപോലെ ഏതൊരു എഫക്റ്റ് നമുക്ക് ഈ ഒരു പ്രീ കോമ്പിനെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈലൈസിലേക്ക് വന്നിട്ട് ഗ്ലോ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ലെയറിനെ എല്ലാം കൊണ്ടാണ് ഗ്ലോ വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രീ കോമ്പ് ചെയ്യാൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലെയറിനും ബ്ലർ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഓരോ ലെയറിനും ആ ഒരു ഗ്ലോയും അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 എഫക്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 2-ൽ കൂടുതലുണ്ടെങ്കിൽ അത് പിന്നെയും ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല നമുക്ക് എല്ലാ ലെയറിനും ഈക്വൽ ആക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെയറിനെ പ്രീ കോമ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ മെയിൻ കോമ്പോസിഷനിലെ ലെയറുകളുടെ എണ്ണം കുറയ്ക്കും. നമുക്കിവിടെ കുറേ സ്പേസ് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു 3 ലെയറിനെ മൂവ് ചെയ്യാനായിട്ട് ഒരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു 3 ലെയറിന് എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു ടോട്ടൽ 5 ലെയർ ആവും. ഈ ഒരു 3 ലെയർ, അതുപോലെ തന്നെ ഒരു നൾ ഒബ്ജക്റ്റ്, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ, അങ്ങനെ ടോട്ടൽ 5 ലെയർ. ഇവിടെ നിങ്ങൾ നോക്കി നോക്കിയേ, നമ്മുടെ ടൈം ലൈൻ ഇപ്പോൾ ഭയങ്കര ക്ലീൻ ആണ്. അതായത് ഒറ്റ ലെയറുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനെ മൂവ് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ എഫക്ട്സ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ ഇവിടുന്ന് ആനിമേറ്റ് ചെയ്യാം. അപ്പോൾ പ്രീ കോമ്പോസിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഒരു കൂട്ടം ലെയേഴ്സിനെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് ടൈം ലൈനിലെ ലെയേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. നമ്മൾ ടൈം ലൈൻ കുറച്ചും കൂടെ ക്ലീൻ ആക്കി വെക്കാൻ പറ്റും. അതായത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഒരുപാട് ലെയേഴ്സ് ആകുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ കൺഫ്യൂഷൻ ആവും. ഇനി നമുക്ക് ഈ ഒരു പ്രീ കമ്പോസിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ ഇവിടുന്ന് കളയുന്നുണ്ട്. നമുക്കിവിടെ ഈ ഒരു കോമ്പോസിഷനിൽ ഇതുപോലെ ലെയർ ഉണ്ട്. അതായത് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ലോഗോയുടെ ഒരു PNG ആണത്. ഇത് ഞാൻ ചെറിയൊരു ആനിമേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ സ്കെയിലിനും. ഇവിടെ ഞാൻ ഈ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ 0 ആണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം അത് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രീ കമ്പോസ് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസിനെ പരിചയപ്പെടാം. പ്രീ കമ്പോസ് ചെയ്യാൻ നമുക്ക് Ctrl+Shift+C പ്രസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രീ കമ്പോസ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് ഓപ്ഷൻസ് പരിചയപ്പെടാം. ഇത് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. നമ്മൾ പ്രീ കമ്പോസ് ചെയ്യുമ്പോൾ അതിനൊരു പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ കോംപ് 3. ഇതെന്താ സംഭവിച്ചാൽ
ഞാൻ ഈ ലെയറിന് കുറച്ച് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഗോഷൻ ബ്ലർ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്, എങ്കിലും 2 എഫക്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രീ കോമ്പോസ് ചെയ്യുമ്പോൾ ഇത് അടുത്ത കോമ്പോസിഷനിലേക്ക് പോകുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ലെയർ മാത്രമായിട്ടും പ്രീ കോമ്പോസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അടുത്ത കോമ്പോസിഷനിലേക്ക് ഇത് പോകുമ്പോൾ നമ്മളിവിടെ കൊടുത്ത എഫക്ട്സും അതുപോലെ തന്നെ കീ ഫ്രെയിംസും ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആനിമേഷനൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. പുതിയൊരു കോമ്പോസിഷനിലേക്ക് ഈ ലെയർ മാറും, പക്ഷെ അതിനൊന്നും ആ ഒരു കീ ഫ്രെയിമും അതുപോലെ തന്നെ ഈ എഫക്ട്സും ഉണ്ടായിരിക്കില്ല. നമുക്കിവിടെ ഓക്കെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ പ്രീ കോമ്പോസ് ചെയ്തു. അപ്പോൾ ആ ലെയർ ഒരു പുതിയ കോമ്പോസിഷനകത്തേക്ക് പോയിട്ടുണ്ട്. ആ ഒരു കോമ്പോസിഷനാണ് ഇവിടെ കാണുന്നത്. അത് നമുക്ക് ഇവിടെ പ്രൊജക്ട് പാനലിൽ കാണാൻ പറ്റും. ഈ പേര് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ ഇതിനോട് കുറച്ച് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ യു പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആനിമേഷൻ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ ആ ആനിമേഷൻ കൊടുത്തത് ആ ഒരു ലെയറിനായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ലെയറിനാണ് നമ്മൾ ഈ 2 എഫക്റ്റ് ആഡ് ചെയ്തത്. അതിപ്പോൾ ഈ ഒരു കോമ്പോസിഷനിൽ നിൽക്കുന്നുണ്ട്. നമുക്കതിനെ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ പൊസിഷൻ മാറ്റാം. അപ്പോൾ ആ ഒരു ആനിമേഷൻ മാറുന്നുണ്ട്. ഞാനിനി ഈ ഒരു കോമ്പോസിഷൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ലെയറിൽ നോക്കി കഴിഞ്ഞാൽ ആ എഫക്ട്സ് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ യു പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കീ ഫ്രെയിമും കാണുന്നില്ല. കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഈ ഒരു ലെയറിലാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു കീ ഫ്രെയിമൊക്കെ ഈ ഒരു കോമ്പോസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ലെയർ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ ഈ ഒരു കോമ്പോസിഷനിലേക്ക് വേറൊരു ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ബോളിൻ്റെ ലെയർ ഉണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് സ്കെയിൽ ചെയ്ത് കുറച്ച് വലുതാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഈ കോംബോ 3ലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു ബോളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. കണ്ടില്ലേ, ആ ഒരു ബോൾ തന്നെയാണുള്ളത്. ആ ഒരു ബോളിന് ഇപ്പോൾ ആ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ, അതും ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കോമ്പോസിഷൻ്റെ സൈസ് ആ ഒരു ലെയറിൻ്റെ സൈസിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ ഒരു ലെയർ എടുക്കുന്നുണ്ട്. അതായത് ഇതായിരുന്നു ആ ഒരു ലെയർ. ഇതിപ്പോൾ ഈ ഒരു കോമ്പോസിഷനിൽ ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന് സൈസ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. 2101 × 2049. ഞാനിപ്പോൾ കൺട്രോൾ കെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു കോമ്പോസിഷൻ്റെ സെറ്റിംഗ്സ് എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇതിൻ്റെ വിഡ്ത്ത് 2101, അതുപോലെ തന്നെ ഹൈറ്റ് 2049. ഇവിടെയും അത് സെയിം ആണ്. അപ്പോൾ നമ്മൾ ആ ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ലെയറിനെയാണോ പ്രീ കോംബ് ചെയ്യുന്നത് ആ ഒരു ലെയറിൻ്റെ സൈസ് ആയിരിക്കും ആ ഒരു കോമ്പോസിഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോമ്പോസിഷൻ്റെ പേര് മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ ഇതിന് ലോഗോ എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കോംബോ 3ലേക്ക് വന്നപ്പോൾ അതിൻ്റെ പേര് ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഞാനിത് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പഴയ പോലെ ആക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രീ കോമ്പോസ് ചെയ്ത് അൺഡു ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ആ സെയിം മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെയറിന് ഈ ഒരു എഫക്റ്റും ഉണ്ട്. ഞാനിനി ഇതിനെ വീണ്ടും പ്രീ കോമ്പോസ് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് സി പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കി നോക്കാം. മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ ടു ദ ന്യൂ കോമ്പോസിഷൻ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലെയറിന് കൊടുത്ത ആനിമേഷനും അതുപോലെ തന്നെ അതിന് കൊടുത്തിട്ടുള്ള ഈ എഫക്ട്സും ഒക്കെ ആ ലെയറിൻ്റെ കൂടെ തന്നെ പുതിയ കോമ്പോസിഷനിലേക്ക് പോകും. നമുക്കതൊന്ന് നോക്കി നോക്കാം. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കോമ്പോസിഷനിൽ നേരത്തെ കണ്ട പോലെ കീ ഫ്രെയിമിൻ്റെ ആനിമേഷൻ ഇല്ല. ഞാനിപ്പോൾ യു പ്രസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കിവിടെ കീ ഫ്രെയിംസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ആ എഫക്റ്റുകളും ഇവിടെ കാണുന്നില്ല. ഞാനിനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ആ ലെയർ കാണാൻ പറ്റും. അതിന് ആ എഫക്ട്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ കീ ഫ്രെയിംസും ആ ലെയറിൽ തന്നെ ഉണ്ട്. കണ്ടില്ലേ, അത് മാത്രമല്ല ഈ ഒരു കോമ്പോസിഷൻ്റെ സൈസ് ഈ ഒരു കോമ്പോസിഷൻ്റെ സെയിം സൈസ് തന്നെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ 1920 × 1080 ഈ ഒരു കോമ്പോസിഷൻ നോക്കുമ്പോൾ ഇവിടെയും സെയിം തന്നെയാണ്. നേരത്തെ നമ്മൾ ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തപ്പോൾ ഈ ഒരു ലെയറിൻ്റെ സൈസിലായിരുന്നു ഈ കോമ്പോസിഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിനി വീണ്ടും കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പഴയ പോലെ ആക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം പറയാനുണ്ട് ഇതിൽ. ഞാനിപ്പോൾ ഈ ലെയറിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കോമ്പോസിഷൻ്റെ ലെങ്ത്ത് ഇത്രയുണ്ട്. അതായത് ഏകദേശം ഒരു 1 സെക്കൻഡും 13 ഫ്രെയിംസ് ഉണ്ട്. ഈ ലെയറിൻ്റെ ഡ്യൂറേഷൻ നോക്കി കഴിഞ്ഞാൽ 16 ഫ്രെയിംസാണുള്ളത്. ഞാനിനി കൺട്രോൾ ഷിഫ്റ്റ് സി പ്രസ് ചെയ്തിട്ട് ഇത് പ്രീ കോമ്പോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അഡ്ജസ്റ്റ് കോമ്പോസിഷൻ ഡ്യൂറേഷൻ ടു ദ ടൈം സ്പാൻ ഓഫ് ദ സെലക്ടഡ് ലെയേഴ്സ്. ഇത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ആവുന്നുള്ളത്. അങ്ങനെ ക്രിയേറ്റ് ആകുമ്പോൾ ആ ഒരു കോമ്പിൻ്റെ ഡ്യൂറേഷൻ ഈ ഒരു ലെയറിൻ്റെ ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ സെയിം ഡ്യൂറേഷനാണ് ഇപ്പോൾ ഈ ഒരു ലെയറിന് വന്നിട്ടുള്ളത്. ഇനി ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് അൺഡു ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പ്രീ കോമ്പോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ടിക്ക് ഓഫ് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 കോമ്പോസിഷൻ്റെയും ഡ്യൂറേഷൻ സെയിം ആയിരിക്കും. ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കോമ്പോസിഷനിൽ ഈ ഒരു ലെയർ ഈ ഒരു ടൈം വരെയാണുള്ളത്. അതായത് നേരത്തെ ഇവിടെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഈ ഒരു പുതിയ കോമ്പിലേക്ക് വന്നപ്പോഴും ഉള്ളത്. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഓപ്പൺ ന്യൂ കോമ്പോസിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ടിക്ക് ചെയ്തിട്ട്
ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ ആ ഒരു കോമ്പോസിഷനിലേക്ക് എത്തും. നേരത്തെ നമ്മൾ ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഞാനിത് വീണ്ടും കൺട്രോൾ സെറ്റ് എടുത്തിട്ട് പഴയ പോലെ ആക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പ്രീ കോമ്പോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഇവിടുന്ന് ഓഫ് ചെയ്തിരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു പുതിയ കോമ്പോസിഷനിലേക്ക് ഓപ്പൺ ചെയ്ത് പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. കണ്ടില്ലേ, ഞാൻ ഓക്കെ കൊടുത്തപ്പോൾ അത് ഈ ഒരു കോമ്പോസിഷനിൽ തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രീ കോമ്പോസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ പ്രീ കോമ്പോസിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. ചില വർക്കുകളിൽ ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് ഈ ഒരു പ്രീ കോമ്പോസ് എന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ ഒരുപാട് ഫോട്ടോയുടെ ഫ്രെയിംസ് വെച്ചിട്ട് നിങ്ങളൊരു ക്യാമറ വെച്ചിട്ട് ഒരു ആനിമേഷൻ ചെയ്യണം. ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു 15 ഫോട്ടോ ഫ്രെയിമെങ്കിലും ഉണ്ട്. ആ ഓരോ ഫ്രെയിമിനകത്തും നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ഇമേജ് വേണം. അപ്പോൾ നിങ്ങൾ നോർമലി എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഫ്രെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്തു, അതിൻ്റെ പുറകിൽ ഒരു ഇമേജ് വെച്ചിട്ട് അത്രയും ഭാഗം നമ്മൾ മാസ്ക് ചെയ്ത് എടുത്തേക്കാണ്. ഞാനിപ്പോൾ ഈ മാസ്ക് ഒന്ന് കളഞ്ഞ് കാണിച്ചു തരാം. നമ്മൾ ഈ ചെയ്ത കാര്യം നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഇത് ഈ ഫ്രെയിമിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടുന്ന് ഈ റെക്റ്റാങ്കിളിൻ്റെ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഇവിടെ ഒരു മാസ്ക് വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി കൺട്രോൾ ടി പ്രസ് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് 1 എന്ന് പേര് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമുക്കിവിടെ 3 ലെയർ ഉണ്ട്. ഇനി ഞാൻ ഈ ഒരു കോമ്പോസിഷനിലേക്ക് വരുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ബാക്കിയുള്ള കോമ്പോസിഷനൊക്കെ കളയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത ഫോട്ടോ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഈ ഫ്രെയിം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം അടുത്തൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അതിനെ മാസ്ക് ചെയ്തു. എന്നിട്ട് കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ടെക്സ്റ്റ് 2 എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റിനെ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതുപോലെ 13 എണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ വർക്കുകൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ 3 ലെയറും കൂടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ലെയർ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രൊജക്ട് പാനലിൽ നിന്നും ആ ഒരു കോമ്പോസിഷൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു കോമ്പിൻ്റെ പേരൊന്ന് മാറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മെയിൻ കോമ്പെന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ട് പാനലിലും ആ ഒരു കോമ്പോസിഷൻ്റെ പേര് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ 3 ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് സി പ്രസ് ചെയ്തിട്ട് പ്രീ കോംബ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിന് ഫോട്ടോ ഫ്രെയിം 1 എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. അതിപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി മനസ്സിലാവുമല്ലോ. നമ്മൾ ഈ 3 ലെയറിനും കൂടെ എന്തെങ്കിലും കീ ഫ്രെയിമിന് ആനിമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മിക്സ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതായത് ഈ 3 ലെയറും കൂടെ ഒറ്റ ലെയർ ആവുകയാണ് പ്രീ കോംബ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 3 ലെയറിൻ്റെയും കീ ഫ്രെയിം ഒരു ലെയറിലേക്ക് വരാൻ തന്നെ അത് പോസിബിൾ അല്ലല്ലോ. നമ്മൾ ഈ 3 ലെയറും ചിലപ്പോൾ സ്കെയിലിൽ തന്നെ പല വിധത്തിലുള്ള ആനിമേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കമ്പൈൻ ചെയ്യൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണാത്തത്. ഞാനിപ്പോൾ ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഫ്രെയിം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ലെയറിന് ചെറിയൊരു ആനിമേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് സ്കെയിലിൻ്റെ വാല്യൂ സ്റ്റാർട്ടിങ്ങിൽ 0 ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 100 ആക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ചെറിയൊരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഈസി ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ തന്നെ വലിയ വർക്കായിട്ടൊന്നും കണ്ട, നമ്മളതിൻ്റെ ബേസിക്കാണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ സീനിൽ 15 ഇതുപോലത്തെ ഫ്രെയിം ഉണ്ട്. ആ 15 ലെയറും ഇങ്ങനെ സ്കെയിലായി വരുന്നുണ്ട്. അത് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ക്യാമറ ഇവിടെ നിൽക്കുമ്പോൾ ഇത് സ്കെയിലായി വരുന്നു. ക്യാമറ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ അടുത്ത ഫ്രെയിമിങ് സ്കെയിലായി വരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ആകെ കൂടെ ഒരു ലെയറിനാണ് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഈ ലെയറിനെ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആവും. എന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ പോയിട്ട് ടെക്സ്റ്റ് 2 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ 2ലും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോമ്പോസിഷനിൽ എന്ത് മാറ്റി കഴിഞ്ഞാലും അത് ഈ ഒരു 2 കോമ്പോസിഷനിൽ മാറും. 2 അല്ല, ഇതിൻ്റെ നമ്മൾ എത്ര ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ മാറ്റം വരുത്തിയാലും അതെല്ലാത്തിലും മാറും. ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും മാറിയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഞാനിപ്പോൾ ഇത് അൺഡു ചെയ്തിട്ട് പഴയ പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇത് വീണ്ടും ടെക്സ്റ്റ് 1 തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഒന്നുകൂടെ കോപ്പി എടുത്തു. അതിനുശേഷം 3 ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ലെയർ തമ്മിലൊന്ന് ഓഫ്സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഒരു ലെയർ വന്നിട്ട് 1-2 ഫ്രെയിംസ് കണ്ട് അടുത്ത ലെയർ വന്നാൽ മതി. ഇനി ഞാൻ ഈ ഒരു ഫോട്ടോ ഫ്രെയിം 1 ഇവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. അതായത് പ്രൊജക്ട് പാനലിൽ നിന്ന്. അപ്പോൾ കോപ്പി എടുക്കാനായിട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് 2 ഫ്രെയിംസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ മാറില്ല.
കാരണം ഇതൊരു പുതിയൊരു കോമ്പോസിഷനാണ്. നമ്മളത് ഇവിടേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ അത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത കോമ്പോസിഷൻ. ഞാനിനി ഇതിൽ ടെക്സ്റ്റ് 2 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മെയിൻ കോമ്പിലേക്ക് വന്ന് നോക്കുമ്പോൾ അത് മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു കോമ്പോസിഷൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പ്രോജക്റ്റ് പാനലിൽ നിന്ന് ഒരു ലെയറിനെ ഈ ഒരു ലെയറുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ലെയർ ഈ ഫോട്ടോ ഫ്രെയിമായിട്ടൊന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് മൂന്നും സെയിം കോപ്പി തന്നെയാണ്. ഏതെങ്കിലും ഒന്നിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് മൂന്നെണ്ണത്തിലും ആ സെയിം മാറ്റം സംഭവിക്കും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം 2 സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു ഫോട്ടോ ഫ്രെയിം 1ലേക്ക് കൊടുത്തിടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പേര് മാറിയിട്ടുണ്ട്. അതായത് ഫോട്ടോ ഫ്രെയിം 2 എന്ന് മാറിയിട്ടുണ്ട്. ഈ ലെയറാണ് ഇപ്പോൾ ഇങ്ങോട്ട് റീപ്ലേസ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ. ഇനി നമുക്ക് ഈ ഒരു കോമ്പോസിഷനിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു 2 കോമ്പോസിഷനിലും മാറ്റം വരില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ടെക്സ്റ്റ് 1 ടെക്സ്റ്റ് 2. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് 3 വേണം. നമ്മളിപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ അതായത് ഈ ഒരു ലെയറുമായിട്ട് റീപ്ലേസ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ലെയറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സ്കെയിലിൻ്റെ ആനിമേഷനിലെ അതും കൂടെ റീപ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയറിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ആ ഒരു ലെയറിന് വരും. ഓക്കെ, ആനിമേഷൻ പ്രോപ്പർട്ടീസ് മാത്രമല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു ലെയറിന് വരും. ഇനി നമുക്ക് ഇതിനെ ഇവിടുന്ന് ഒരു കോപ്പിയും കൂടെ എടുക്കണം. അതിനുശേഷം ഞാൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇതിനെ ഈ ഒരു ഫ്രെയിം 1ലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു കോമ്പോസിഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് 3 എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ മെയിൻ കോമ്പിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും ടെക്സ്റ്റ് 1 ടെക്സ്റ്റ് 2 ടെക്സ്റ്റ് 3. നമുക്കിപ്പോൾ 3 സെപ്പറേറ്റ് കോമ്പോസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഫ്രെയിം 1ൽ നമുക്ക് ഈ സെയിം ഇമേജ് തന്നെയാണ് വേണ്ടത്. ഫോട്ടോ ഫ്രെയിം 2ലും അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം 3ലുമാണ് നമുക്ക് ഇമേജ് മാറ്റേണ്ടത്. ഞാൻ ഈ ഫോട്ടോ ഫ്രെയിം 2ലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മാറ്റേണ്ട ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്ത ഇമേജിൻ്റെയും മുന്നുണ്ടായിരുന്ന ഇമേജിൻ്റെയും സൈസ് വേറെയാണ്. അതുകൊണ്ടാണ് ആ ഒരു മാസ്ക് ഇങ്ങനെ മാറിയത്. ഇനി നമുക്ക് ഈ ഒരു കോമ്പോസിഷനിലും കൂടി ഫോട്ടോ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പ്രൊജക്ട് പാനലിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നും ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു മാസ്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഫോട്ടോ കുറച്ച് ചെറുതാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ മാസ്കും അറേഞ്ച് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് മെയിൻ കോമ്പിലേക്ക് പോയി നോക്കി നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമുക്കിതുപോലെ 3 സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഈ 2 ഫ്രെയിം ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ കോമ്പോസിഷനിലേക്ക് പോയിട്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. എനിക്കിപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ഈ ടെക്സ്റ്റിൻ്റെ കളറൊന്ന് മാറ്റണം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിൻ കോമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ മാത്രമായിരിക്കും മാറിയിട്ടുണ്ടാവുക. അതുപോലെ നമുക്കിനി ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ഇനി ഈസി ആയിട്ട് 10, 15, 20 ഫോട്ടോ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ഇവിടുന്ന് ഒരു ഫോട്ടോ ഫ്രെയിം കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടുന്നും ഒരു ഫോട്ടോ ഫ്രെയിം കോപ്പി ചെയ്യുക. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ലെയർ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കോമ്പോസിഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ മാറ്റുക. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ കോമ്പോസിഷൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രീ കമ്പോസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രീ കമ്പോസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പേര് കൊടുത്ത് പോവുക. ഇവിടെ എത്രമാത്രം ലെയേഴ്സ് കൂടുന്നോ അത്രയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കറക്റ്റായിട്ട് പേര് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി കോഴ്സിനെ കുറിച്ചിട്ട് പറയാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇത് കുറേ ബേസിക് മാത്രം അല്ലാന്നുണ്ടെങ്കിൽ തിയറി മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സല്ല. ആദ്യം നമ്മൾ സോഫ്റ്റ്വെയറും ടൂൾസൊക്കെ നന്നായിട്ട് പഠിക്കും. അതിനുശേഷം റിയൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓരോ വർക്ക് കഴിയുമ്പോഴും അതിലെന്തെങ്കിലും ഡൗട്ടോ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 10ഓളം അസൈൻമെന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും അസൈൻമെന്റ്സ് നിങ്ങൾ സ്വയം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിയൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആ വർക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ കോഴ്സിൽ 5 മൊഡ്യൂളുകളിലായിട്ട് 44 ക്ലാസ്സുകളാണ് ഉള്ളത്. മെയിനായിട്ട് നമ്മൾ മോഷൻ ഗ്രാഫിക്സ് ആണ് പഠിക്കുന്നെങ്കിലും മാസ്കിങ്, റോട്ടോസ്കോപ്പിംഗ്, ഗ്രീൻ സ്ക്രീൻ, 3D ക്യാമറ ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗിന്റെ സ്കില്ല് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഈ കോഴ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. 2399 രൂപയാണ് കോഴ്സിന്റെ ഫീസ് വരുന്നത്.